നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർക്കിടക വാവിനോടനുബന്ധിച്ച് തൃശൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണം നടന്നു. ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്ന് മന്ത്രി OJ ജനീഷ്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നശാമുക്ത് യുവ വികസിത് ഭാരത് സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഭൗതിക ജീവിതത്തിൽ സ്വന്തം ഇടം അടയാളപ്പെടുത്തിയ ഡോക്ടർ MP പരമേശ്വരന്റെ വിയോഗത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സ്പർശം DRC കുട്ടികൾക്കായി അമൃതം കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കർക്കിടക വാവിനോടനുബന്ധിച്ച് തൃശൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണം നടന്നു. പുലർച്ചെ 4 മുതൽ വിവിധയിടങ്ങളിൽ പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്താനെത്തിയത്. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം, പാമ്പാടി ഐവർ മഠം, ഭാരതപ്പുഴയോരം, ആറാട്ടുപുഴ മന്ദാരം കടവ്, കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രം, പുഴയ്ക്കൽ ശ്രീ ശാസ്താ ക്ഷേത്രം, പാറമേക്കാവ് ശാന്തിഘട്ട് എന്നിവിടങ്ങളിലാണ് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയത്. മഴ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പോലീസും അഗ്നിരക്ഷാസേനയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കോലഴി SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുമന്ദിരത്തിൽ പിതൃതർപ്പണത്തിനായി നിരവധി പേർ എത്തി. വിഷ്ണുശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് യോഗം പ്രസിഡന്റ് ശങ്കരനാരായണൻ പുല്ലർക്കാട്ടിൽ, സെക്രട്ടറി MN രവി, വിശ്വേശ്വരൻ പള്ളിയിൽ, MK വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. വാണിയംപാറയുടെ പുണ്യതീരത്ത് 100 കണക്കിന് വിശ്വാസികൾ പിതൃക്കൾക്ക് ബലിയർപ്പിച്ചു. പിതൃക്കളുടെ മോക്ഷത്തിനായി കർക്കിടക വാവ് ദിവസം 100 കണക്കിന് വിശ്വാസികൾ വാണിയംപാറയുടെ പുണ്യതീരത്തിൽ ബലിതർപ്പണം നടത്തി. പ്ലാക്കോട് ഭദ്രകാളി വനദുർഗാ ക്ഷേത്രത്തിലാണ് രാവിലെ 6 മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി തൈവളപ്പിൽ സുരേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലികർമ്മങ്ങൾ നടത്തിയത്. മൺമറഞ്ഞുപോയ മുൻ തലമുറയെ സ്മരിക്കുന്നതിനും അവരുടെ മോക്ഷത്തിനായി പ്രാർത്ഥിക്കാനുള്ള ചടങ്ങുകൾ നടത്തുന്നതിനുമായി വിപുലമായ സജ്ജീകരണങ്ങൾ ഇക്കുറി ക്ഷേത്രത്തിൽ സജ്ജമാക്കിയിരുന്നു. ബലിതർപ്പണത്തിന് ശേഷം പീച്ചി ഡാമിന്റെ റിസർവോയറിൽ സ്നാനം നടത്താനുള്ള സൗകര്യവും സുരക്ഷിതമായി ഒരുക്കിയിട്ടുണ്ട്. ബലികർമ്മത്തിന് ശേഷം വിശ്വാസികൾക്ക് ലഘുഭക്ഷണവും ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. പ്രസിഡന്റ് പ്രകാശൻ, സെക്രട്ടറി ശ്രീജ രാജേഷ്, ഖജാൻജി ശ്രീജിത്ത്, രക്ഷാധികാരി മോഹനൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾ ഏകോപിപ്പിച്ചു. ബലിതർപ്പണത്തിനെത്തിയ എല്ലാ വിശ്വാസികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ടെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. എല്ലാ വർഷവും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ പിതൃതർപ്പണത്തിനായി എത്തുന്നത്. വരും വർഷവും ഏറെ മനോഹരമായി വിശ്വാസികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ സജ്ജീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. പറഞ്ഞോളൂ. തതുപരി ഇദം തിലോദകം ഇനി നമുക്ക് 5 വർഷമായിട്ട് ഭവാമതീയ വംശദ്വയസ്മിൻ ഇടത് ഭാഗത്തായിട്ട് വെച്ചുള്ള ഇടത് ഭാഗത്ത് വയ്ക്കാൻ. ഇനി ഇടയിലെ ബാക്കിയുള്ള എല്ലാ അരിമാരി എടുത്ത് പിടിച്ചുള്ള ബാക്കിയുള്ള എല്ലാ അരിമാരി എടുത്ത് പിടിക്കാം. പറഞ്ഞോളൂ. പിണ്ടാന നവിദ്യതേ ആവാഹേഷേ അർഘ്യം നമഃ ആചമനം നമഃ ആവാഹനം നമഃ സ്നാനം നമഃ പുനഃസ്നാനം നമഃ സ്നാനാനന്തരം ആചമനം നമഃ വസ്ത്രാർത്ഥം സൂത്രം നമഃ. നിന്നോടത്ത് നിന്ന് ഇടത്തോട്ട് ഒരു 3 വട്ടം പ്രദക്ഷിണം ചെയ്യണ്ട. ഇടത്തോട്ട് 3 വട്ടം തിരിയാ. പറഞ്ഞോളൂ. യാനി ഗാനിജ പാപാനി ജന്മാന്തര കൃതാനിജ താനി താനി വിനശ്യന്തി പിണ്ടരിക്കിനെ എടുത്ത് ഒഴിഞ്ഞലയാളം കൊടുക്കരുത് വെച്ചുള്ള പിണ്ടരിക്കിനല ഒഴിഞ്ഞലയാളം കൊടുക്കരുത് വയ്ക്കാം. ഓം നമ ശിവായ ജപിച്ച് കള്ളത്തിൽ പോയി സമർപ്പിച്ച് വന്ന പ്രസാദം സ്വീകരിച്ചുള്ള എല്ലാവരും ഓം നമ ശിവായ ജപിച്ചു പോയിട്ടുണ്ട്.
ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ്. നഷാമുക്ത് യുവ വികസിത് ഭാരത് സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് യുവജനങ്ങൾ തയ്യാറാകണമെന്ന് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നഷാമുക്ത് യുവ വികസിത് ഭാരത് സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമവികസന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ യുവജന ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും നേതൃത്വപരമായ പങ്ക് വഹിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ പങ്കെടുത്ത യുവതി യുവാക്കൾക്ക് മന്ത്രി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വികസിത് ഭാരത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത ആൻ മാർട്ടിൻ, പാർവതി, സാഹിൽ എന്നിവരെ മന്ത്രി ആദരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മൈ ഭാരത് കേരളം സംസ്ഥാന ഡയറക്ടർ SR അഭയ് ശങ്കർ, റിട്ടയർഡ് നെഹ്റു യുവകേന്ദ്ര റീജിയണൽ ഡയറക്ടർ S. സതീഷ്, മൈ ഭാരത് ഡെപ്യൂട്ടി ഡയറക്ടർ H. സച്ചിൻ, D. ഉണ്ണികൃഷ്ണൻ, ജില്ലാ യൂത്ത് ഓഫീസർ ബിൻസി, NSS ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ് എന്നിവർ പങ്കെടുത്തു. കലോത്സവത്തിൽ സംഘ നൃത്ത വിഭാഗത്തിൽ കണ്ണൂരിലെ അഭിനന്ദ MV ആൻഡ് ടീം, എറണാകുളത്തെ നേത OA ആൻഡ് ടീം, തൃശൂരിലെ അഞ്ജു KS ആൻഡ് ടീം എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. സംഘഗാനത്തിൽ തൃശൂരിന്റെ ജിൽഷ PG ആൻഡ് ടീം, എറണാകുളത്തിന്റെ അസിൻ S ആൻഡ് ടീം, ആലപ്പുഴയുടെ സാനിയ S ആൻഡ് ടീം എന്നിവരും, മൂകാഭിനയത്തിൽ കോളേജ് ഓഫ് നഴ്സിംഗ് തലശ്ശേരി കണ്ണൂർ, MES കോളേജ് പാലക്കാട്, വെസ്റ്റ് ഫോർട്ട് നഴ്സിംഗ് കോളേജ് തൃശൂർ എന്നിവരും ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പെയിന്റിംഗിൽ വിശാൽ P കണ്ണൂർ, ആവണി ഷിബു എറണാകുളം, ഗോപിക കൃഷ്ണ SS തിരുവനന്തപുരം എന്നിവരും, പ്രസംഗത്തിൽ സൈൻ മരിയ ഷാജി എറണാകുളം, ഡോക്ടർ സംഗീത M കാസർകോട്, അലീഷ അനിൽ കോഴിക്കോട് എന്നിവരും ജേതാക്കളായി. പദ്യോച്ചാരണത്തിൽ നവനീത് ഹരിദാസ് കണ്ണൂർ, അൻസീറ KT മലപ്പുറം, ഫാത്തിമ റിഫ്ന കാസർകോട് എന്നിവരും, റീൽസ് മത്സരത്തിൽ സനു K തോമസ്, ജോബ് ജോജി പത്തനംതിട്ട, മിക്തദ് ഹുസൈൻ കോഴിക്കോട്, ശരത് S കുട്ടൻ പാലക്കാട് എന്നിവരും വിജയികളായി. മുദ്രാവാക്യ രചനയിൽ സുഹൈറ KP മലപ്പുറം, നന്ദലക്ഷ്മി ഷാജി ഇടുക്കി, അഭിജിത്ത് RS ആലപ്പുഴ എന്നിവരാണ് ആദ്യ സ്ഥാനങ്ങളിൽ എത്തിയത്. വിവിധ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയവർക്ക് ന്യൂഡൽഹിയിൽ നടക്കുന്ന നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് നാഷണൽ കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഗ്രൂപ്പ് വിഭാഗത്തിൽ യഥാക്രമം 20,000, 15,000, 10,000 രൂപ വീതവും, വ്യക്തിഗത വിഭാഗത്തിൽ 10,000, 7,500, 5,000 രൂപ വീതവും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും സമാനമായി വിതരണം ചെയ്തു. MP പരമേശ്വരൻ കാലത്തെ അസ്വസ്ഥമാക്കിയ ചിന്തകരാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കേരളത്തിന്റെ ഭൗതിക ജീവിതത്തിൽ സ്വന്തം ഇടം അടയാളപ്പെടുത്തിയ ഡോക്ടർ MP പരമേശ്വരന്റെ വിയോഗത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചിച്ചു. നിരന്തരം ചോദ്യം ചെയ്യാനും പുനർചിന്തിക്കാനും സമൂഹത്തെ പ്രേരിപ്പിച്ച ചിന്താലോകമാണ് വിടവാങ്ങിയത്. ശാസ്ത്രത്തെ ലബോറട്ടറികളിൽ നിന്ന് ജനജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ശാസ്ത്ര പ്രചാരകനും വൈജ്ഞാനിക സാഹിത്യകാരനും രാഷ്ട്രീയ പ്രവർത്തകനും ചിന്തകനുമായ അദ്ദേഹം അറിവിനെ സാമൂഹിക മാറ്റത്തിന്റെ ഉപാധിയായി കണ്ട അപൂർവ വ്യക്തിത്വമായിരുന്നു. ശാസ്ത്രലോകത്തെ ഔദ്യോഗിക ജീവിതത്തിനപ്പുറം ജനകീയ ശാസ്ത്രത്തിന്റെ വിശാലമായ ലോകം തിരഞ്ഞെടുത്തതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വേറിട്ടതാക്കിയത്. മാർക്സിസ്റ്റ് ചിന്തയിൽ നിന്ന് 4ാം ലോക സങ്കല്പത്തിലേക്കും കേന്ദ്രീകൃത അധികാരത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്വാശ്രയവും തിരശ്ചീനമായി ബന്ധിതവുമായ സമൂഹങ്ങളുടെ സ്വപ്നത്തിലേക്കും നീണ്ട അദ്ദേഹത്തിന്റെ ചിന്തായാത്ര ഒരിക്കലും എളുപ്പമുള്ള നിർവചനങ്ങളിൽ ഒതുങ്ങിയില്ല. പരിസ്ഥിതി, മാലിന്യ സംസ്കരണം, ശാസ്ത്രം, സമൂഹം, വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കേരളത്തിന്റെ പൊതുബോധത്തിൽ പലപ്പോഴും അസ്വസ്ഥതകളും പുതിയ ചോദ്യങ്ങളും സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും ചോദ്യങ്ങളും കാലഹരണപ്പെടാതെ തുടരുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷനും 2026-28 വർഷത്തേക്കുള്ള മണ്ഡലം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും അഞ്ചേരിച്ചിറ എടക്കളത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ KVVES തൃശൂർ ജില്ലാ സെക്രട്ടറിയും ഒല്ലൂർ മണ്ഡലം ചെയർമാനുമായ ബിജു എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഉള്ളൂർ നിയോജക മണ്ഡലത്തിലെ 31 യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് അതത് യൂണിറ്റുകളിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, കൗൺസിൽ അംഗങ്ങളടക്കം 250ഓളം വ്യക്തികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. വ്യാപാരി മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. അനധികൃത വഴിയോര കച്ചവടവും ഓണക്കാലത്ത് നിയമാനുസൃതമല്ലാതെ നടക്കുന്ന വഴിയോര വാണിജ്യങ്ങളും തടഞ്ഞുകൊണ്ട് നിയമാനുസൃത കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംരക്ഷിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് യോഗം പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. തുടർന്ന് നടന്ന നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പിൽ ചെയർമാനായി ബിജു എടക്കളത്തൂർ, ജനറൽ കൺവീനറായി സുനീഷ് ജോൺസൺ, ട്രഷററായി ബാബു CA എന്നിവരെ തെരഞ്ഞെടുത്തു. KS പ്രഹ്ലാദൻ സ്വാഗതവും സജി താന്തിക്കൽ നന്ദിയും പ്രകാശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ കഴിഞ്ഞ 13 വർഷത്തിലേറെയായി ഏകോപന സമിതിയുടെ മണ്ഡലം ചെയർമാൻമാരെ നിശ്ചയിക്കുന്നത് ഉള്ളൂർ നിയോജകമണ്ഡലത്തിൻ്റെ ചെയർമാനായി ബിജു എടക്കളത്തൂരിനെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളുടെ അംഗീകാരത്തിന് മറ്റു ഭാരവാഹികളെ ഈ പൊതുയോഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കഴിഞ്ഞകാല പ്രവർത്തികളെക്കുറിച്ചൊക്കെ തന്നെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ജില്ലയുടെ ട്രഷറർ ശ്രീ ജോയ് മൂത്തേടനെ കൊല്ലൂർ, അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രവർത്തിക്കുന്ന അതേ തരത്തിൽ ഉള്ളൂർ നിയോജക മണ്ഡലത്തെ നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സ്പർശം BRC കുട്ടികൾക്കായി അമൃതം കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പൂച്ചട്ടി കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു അജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SD കൺവീനർ പ്രിയ ബാബു, ഡോക്ടർ ഏലിയാമ്മ, ഡോക്ടർ സജ്ജന എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറ്റേക്കാട്, പഞ്ചായത്ത് അംഗങ്ങളായ CV സുരേഷ്, സജിത ജനാർദ്ദനൻ, മിനി ഗിൽബർട്ട്, BRC അധ്യാപിക റാണി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദ മരുന്നുകളുടെ വിതരണവും ഉണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്നു വരുന്ന പുലിക്കളി മഹോത്സവം വിജയിക്കേണ്ടത് തൃശൂരിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ആവശ്യമാണെന്ന് രാജൻ ജെ പല്ലൻ MLA. കുട്ടൻകുളങ്ങര പുലിക്കളി സംഘം YMCA തൃശൂരുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന പുലിക്കളി മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം തൃശൂർ YMCA ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പുലിക്കളി സംഘങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന 50,000 രൂപ ധനസഹായം വർദ്ധിപ്പിക്കുന്നതായും ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും തുക വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA പറഞ്ഞു. കുട്ടൻകുളങ്ങര പുലിക്കളി സംഘം രക്ഷാധികാരി P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ YMCA പ്രസിഡന്റ് ജോജു മഞ്ഞില, സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടൻകുളങ്ങര പുലിക്കളി സംഘത്തിന്റെയും YMCAയുടെയും ഭാരവാഹികൾ ബ്രോഷർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ അതിന് വലിയൊരു ചിലവ്, സാമ്പത്തിക ചിലവ് വരുന്നതാണ് ഇത് ഇറക്കാനായിട്ട്. കുട്ടൻകുളങ്ങര വളരെ വർഷക്കാലം പുലിക്കളിയായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതിനിടവേളയിൽ ഒരു 5-6 വർഷം വളരെ വലിയ സാമ്പത്തിക ചിലവ് കാരണം അത് തുടരാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷമാണ് ഇത് കുട്ടൻകുളങ്ങരത്തെ യൂത്ത് ഇത് ഏറ്റെടുത്തിട്ട് ഇത് വീണ്ടും ആരംഭിച്ചത്. അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും വീണ്ടും പൈസ ചിലവ് കൂടുതലാണ്. അതങ്ങനെ ഒരു വന്നപ്പോൾ ബഹുമാനപ്പെട്ട YMCA പ്രസിഡന്റ് ജോജിയായിട്ട് സംസാരിക്കുകയും അപ്പോൾ അവരത് മീറ്റിങ്ങിൽ വെച്ച് അത് പാസ്സാക്കി കുട്ടൻകുളങ്ങരയെ സഹായിക്കാം
അപ്പോൾ രണ്ടുപേരും കൂടി കുട്ടമങ്ങരയും YMCയും കൂടിയിട്ട് ഒരുമിച്ച് പുലിക്കളിയുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മീറ്റിംഗ് കൂടുകയും കുട്ടമങ്ങര ഇതിൻ്റെ ഭാരവാഹികളും മറ്റുള്ളവരെല്ലാം എല്ലാവരും പങ്കെടുക്കും. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. ലയൺസ് ഇന്റർനാഷണൽ കേരള മൾട്ടിപ്പിളിന്റെ 2026-27 വർഷത്തെ ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് കോർഡിനേറ്ററായി മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ ലയൺ സുഷമ നന്ദകുമാറിനെ നിയമിച്ചു. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിന്റെ കോ പ്രൊമോട്ടർ, മണപ്പുറം രീതി ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്ന സുഷമ നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ മികവും സാമൂഹിക പ്രതിബദ്ധതയും പരിഗണിച്ചാണ് പുതിയ ചുമതല നൽകിയത്. 2022-23 വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്ന കാലയളവിലും തുടർന്ന് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സണായും സുഷമ നന്ദകുമാർ ശ്രദ്ധേയമായ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി 100 വിധവകൾക്ക് വീടൊരുക്കിയ പദ്ധതിയും ഏകദേശം 200 സ്കൂളുകൾ ദത്തെടുത്ത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകിയ പദ്ധതിയും സുഷമ നന്ദകുമാറിന്റെ നേതൃത്വത്തിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ലയൺസ് ഇന്റർനാഷണലിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് $1.5 മില്യൺ അമേരിക്കൻ സംഭാവന സമാഹരിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നടക്കുന്ന ഹൃദയത്തിൽ ശ്രീകൃഷ്ണ എന്ന പരിപാടിയിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ രക്തദാന ക്യാമ്പ് ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കയ്പമംഗലം MLA-യുമായ KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് PP അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റുമായ MP സജീവ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവൻ വാഗ, കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജോയ് PS, ഹരീഷ് നാരായണ മേനോൻ, നിക്സൺ ഗുരുവായൂർ, ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ് എന്നിവർ പ്രസംഗിച്ചു. 79 തവണ രക്തം ദാനം ചെയ്ത് മാതൃകയായ ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറുമായ മേജർ PJ സ്റ്റൈജുവിനെ MLA KK വത്സരാജ് ആദരിച്ചു. മേജർ PJ സ്റ്റൈജു മറുപടി പ്രസംഗം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ സുധീഷ് സ്വാഗതവും പ്രജ്വൽ നന്ദിയും രേഖപ്പെടുത്തി. പുത്തൂർ പൊന്നൂക്കരയിൽ കോഴിക്കൂട്ടിൽ കയറി കോഴിയെ വിഴുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി. പൊന്നൂക്കര ദർശന നഗർ സ്വദേശി തലപ്പള്ളി വീട്ടിൽ ഗിരീഷ് കുമാറിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് 11 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ കണ്ടെത്തിയത്. വീട്ടുകാർ കോഴിക്കൂട് തുറക്കാനെത്തിയപ്പോഴാണ് കോഴിയെ വിഴുങ്ങിയ നിലയിൽ പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂ ടീമംഗമായ സുജിത് തൃക്കൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി.
അടിക്കടിക്ക് പട്ടി ഭക്ഷണം അപ്പൊ എന്റെ ഫാമിലി പരിസരത്തൊക്കെ കാണൂലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ലല്ലേ? ചിലപ്പോ വന്ന് കയറി തീറ്റ മേടിക്കാനാണ്. അല്ല ഈ പരിസരത്തൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് ഉണ്ടെന്നുള്ളത്. 2 ആഴ്ച മുന്നൊക്കെ പളയുടെ കണ്ടു. ആ ഇതാവണമെന്ന് കേട്ടോ. അപ്പൊ മറ്റേ ആളുടെ പേരെന്താ? സുജിത്ത്. ദേശീയപാത പട്ടിക്കാട് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടം. 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡിന് സമീപം പഴയ ന്യൂ കോളേജ് പരിസരത്ത് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ വലതുഭാഗത്തെ 2 ടയറുകൾ പൊട്ടുകയും കാറിന്റെ മുൻഭാഗം തകരുകയും ചെയ്തു. കോയമ്പത്തൂരിൽ നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന 4 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയ്ക്ക് നടുവിലെ ഡിവൈഡറിൽ ഇടിച്ചു കയറി 50 മീറ്ററോളം ഡിവൈഡറിലൂടെ സഞ്ചരിച്ച് ദിശ ബോർഡിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇന്ന് 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 14,195 രൂപയായി. പവന് 760 രൂപയുടെ ഉയർച്ചയോടെ വില 1,13,560 രൂപയിലെത്തി. 18 കാരറ്റ് സ്വർണ്ണവിലയിലും വർധനമുണ്ടായിട്ടുണ്ട്. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 11,660 രൂപയും പവന് 93,280 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. രാജ്യാന്തര വിപണിയിലും സ്വർണ്ണവില ഉയർന്നു. സ്പോട്ട് ഗോൾഡ് നിരക്ക് 0.46% ഉയർന്ന് ഔൺസിന് $4,387.03 ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകളിലേക്ക്. സർപ്പദോഷമുള്ളതും പാമ്പുകടി മൂലം മകൻ മരിക്കുമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തി 6.25 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ പ്രതികളായ 2 സ്ത്രീകൾ റിമാൻഡിൽ.
പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശിനി കൊള്ളിപ്പറമ്പിൽ വീട്ടിൽ 23 വയസ്സുള്ള സുജാത, പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ താമസിക്കുന്ന പാപ്പിനിവട്ടം സ്വദേശിനി നടവരമ്പത്ത് വീട്ടിൽ 43 വയസ്സുള്ള റോജ എന്നിവരാണ് പിടിയിലായത്. മണലൂർ പുത്തൻകുളം സ്വദേശി വല്ലത്തുപറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള സ്വർണ്ണലത എന്നിവരാണ് തട്ടിപ്പിന് ഇരയായത്. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന പരാതിക്കാരിയുടെ വീട്ടിലെത്തിയ പ്രതികൾ വീടിരിക്കുന്ന സ്ഥലത്തിന് സർപ്പദോഷമുണ്ടെന്നും 2 ദിവസത്തിനകം ആവലാതിക്കാരിയുടെ 2ാമത്തെ മകൻ പാമ്പുകടിയേറ്റു മരിക്കുമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തുകയായിരുന്നു. സർപ്പകോപം തീർക്കാനായി സ്വർണം കൊണ്ട് നാഗത്തിന്റെ മുട്ടയും ശിലയും തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ച് പരാതിക്കാരി തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും മൂത്ത മരുമകളുടെ മാലയും ഉൾപ്പെടെ 6.25 പവൻ സ്വർണവും 6,500 രൂപയും വഴിപാടിനായി പ്രതികൾക്ക് കൈമാറി. ആകെ 6,75,000 രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടക വാവിനോടനുബന്ധിച്ച് തൃശൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണം നടന്നു. ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നശാമുക്ത് യുവ വികസിത് ഭാരത് സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഭൗതിക ജീവിതത്തിൽ സ്വന്തം ഇടം അടയാളപ്പെടുത്തിയ ഡോക്ടർ MP പരമേശ്വരന്റെ വിയോഗത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സ്പർശം DRC കുട്ടികൾക്കായി അമൃതം കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.